ഒഴിവുവേളകൾ കുടുംബത്തോടൊപ്പം ആനന്ദകരമാക്കാൻ കുട്ടികൾക്കും മുതിർന്നവർക്കും കണ്ണഞ്ചിപ്പിക്കുന്ന വിസ്മയ കാഴ്ചകളൊരുക്കി ഫൺ സിറ്റി പാർക്ക്. വൈവിധ്യമായ റൈഡുകളും വിനോദങ്ങളും നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. ഫൺ സിറ്റി പാർക്ക് നിയർ മണലിമൽ ബസ് സ്റ്റാൻഡ്, വണ്ടൂർ. നിലമ്പൂർ പുതിയ ബസ് സ്റ്റാൻഡിലെ ശൗചാലയം അടച്ച നഗരസഭയ്ക്കെതിരെ പ്രതിഷേധവുമായി UDF. നിലമ്പൂർ പുതിയ ബസ് സ്റ്റാൻഡിലെ കംഫർട്ട് സ്റ്റേഷന് മുന്നിലാണ് UDF മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചത്. KPCC അംഗവും നഗരസഭാ കൗൺസിലറുമായ VA കരീം ഉദ്ഘാടനം ചെയ്തു. ആയിരക്കണക്കിന് യാത്രക്കാർ ആശ്രയിക്കുന്ന നഗരസഭാ ബസ് സ്റ്റാൻഡിലെ ശൗചാലയം തകരാറിലായിട്ട് ഒന്ന് നന്നാക്കി തുറന്നു കൊടുക്കാൻ കഴിയാത്തവരാണ് നഗരസഭ ഭരിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. ഡെൻമാർക്കിൽ എന്തോ ചെയ്തു കാണുന്നു എന്ന് പറയുന്നത് പോലെ നിലമ്പൂർ നഗരസഭ ചീട് നാടിക്കൊണ്ടാണ് ഇന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എവിടെ ചെന്നാലും സർവത്ര ആക്ഷേപങ്ങളും പരാതികളുമാണ് കേൾക്കാൻ വേണ്ടി കഴിയുന്നത്. അഴിമതിയിൽ മുങ്ങിക്കുളിച്ച ഒരു മുനിസിപ്പൽ ഭരണമാണ് ഇവിടെ നിലനിൽക്കുന്നത്. തങ്ങൾക്ക് എന്ത് കിട്ടും എന്ന് ആലോചിച്ചുകൊണ്ട് ലാഭേച്ഛയോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു മുനിസിപ്പാലിറ്റി സാധാരണ ജനങ്ങളെ അവഗണിച്ചുകൊണ്ടാണ് ഇന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. 2015 ശ്രീ ആര്യാടൻ ഷൗക്കത്ത് ചെയർമാനും പാലോളി മെഹബൂബും ഗോപിനാഥനുമൊക്കെ ആ ഭരണസമിതിയുടെ സ്ഥിരസമിതി ചെയർമാൻമാരുമായി ഇരിക്കുന്ന സമയത്താണ് പാടമായി കടന്നിരുന്ന ഈ പ്രദേശത്ത് ഇത്തരമൊരു മുനിസിപ്പാലിറ്റി ബസ് സ്റ്റാൻഡ് രൂപീകരിക്കുവാൻ ആ ഭരണകൂടം തയ്യാറായത്. ഒട്ടേറെ കടമ്പകളെ അതിജീവിച്ചുകൊണ്ടാണ് ഈ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് മഹാനായ ജവഹർലാൽ നെഹ്റുവിന്റെ നാമധേയത്തിലുള്ള മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് ഇവിടെ സ്ഥാപിതമായത്. നൂറുകണക്കിന് യാത്രക്കാർ ഓരോ ദിവസവും വന്നു പോകുന്ന ഈ ബസ് സ്റ്റാൻഡിൽ സ്ത്രീകളും കുട്ടികളും വിദ്യാർത്ഥികളും ഇതിൽ പ്രായമുള്ളവരും ബസ് ഓട്ടോ തൊഴിലാളികളും ആശ്രയിച്ചിരുന്ന ശൌചാലയമാണ് ദിവസങ്ങളായി പൂട്ടിയിരിക്കുന്നത്. ഒരു ഉത്തരവാദിത്വമില്ലാതെ കെടുകാര്യസ്ഥതയുടെ പര്യായമായി നിലമ്പൂർ നഗരസഭാ അധികാരികൾ മാറിയെന്നും അദ്ദേഹം പറഞ്ഞു. ആര്യടൻ ഷൗക്കത്ത് MLA നിലമ്പൂർ നഗരസഭാ ചെയർമാനായിരുന്ന UDF ഭരണസമിതിയാണ് പുതിയ ബസ് സ്റ്റാൻഡും ശൌചാലയവും ഉണ്ടാക്കിയത്. അതിനുശേഷവും UDF ഭരണസമിതി തന്നെ ഭരിച്ചപ്പോഴും ഈ ശൌചാലയം പൂട്ടിയിടേണ്ട ഗതികേട് ഉണ്ടായിട്ടില്ല. ഈ LDF ഭരണസമിതി വന്നതിനു ശേഷം യഥാസമയങ്ങളിൽ കാര്യക്ഷമമായി അറ്റകുറ്റപ്പണികൾ നടത്താത്തത് കാരണം ഇടയ്ക്കിടയ്ക്ക് പൊതുജനം ഇതുപോലെ ദുരിതം അനുഭവിക്കുകയാണ്. നിലമ്പൂരിലെ പ്രധാന റോഡുകൾ മുഴുവനായും പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുകയാണ്. ഈ ബസ് സ്റ്റാൻഡിലേക്ക് വരുന്ന പ്രധാന റോഡ് മാസങ്ങളായി കുണ്ടുകുഴിയുമായി കിടക്കുന്നു. ഉണ്ടാക്കിയ റോഡുകൾക്ക് ഒരു മാസത്തെ ആയുസ് പോലും ഇല്ലാത്ത അവസ്ഥയാണ്. കരാറുകാരുമായി ചെയർമാനും കൂട്ടാളികളും ബിനാമി ഇടപാടും അവിശുദ്ധ കൂട്ടുകെട്ടുമാണ് നടക്കുന്നത്. മുനിസിപ്പൽ ചെയർമാൻ നാണിക്കുട്ടി കുമ്മഞ്ചേരി അധ്യക്ഷത വഹിച്ചു. നഗരസഭാ പ്രതിപക്ഷ നേതാവ് പാലോളി മെഹബൂബ് മുഖ്യപ്രഭാഷണം നടത്തി. നഗരസഭയിലെ കോൺഗ്രസ് കൌൺസിലർമാർ, മുനിസിപ്പൽ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷെറി ജോർജ് ഉൾപ്പെടെയുള്ള നേതാക്കളും പങ്കെടുത്തു. ഈസ്റ്റ് ലൈവ്, നിലമ്പൂർ.